إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഒരവധി നിശ്ചയിച്ചിട്ടുണ്ട് ഈ ദുനിയാവിൽ. ആ അവധി എപ്പോഴാണ് എന്നത് അല്ലാഹു മറച്ചു വെക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ ഓരോ സമുദായത്തിനും നിശ്ചിതമായ അവധിയുണ്ട്. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, അങ്ങനെ അവരുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു നാഴിക മുൻകടക്കുകയോ അതല്ലെങ്കിൽ പിന്തിക്കുകയോ ചെയ്യുകയില്ല. അഥവാ കൃത്യസമയത്ത് സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു നിശ്ചയിച്ച നമ്മുടെ അവധി വന്നെത്തും എന്ന് ചുരുക്കം. ആ അവധി അഥവാ നമ്മുടെ മരണം, അതിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ഓടി അകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിൽ അനിഷ്ടമാണ് തോന്നുക. അല്ലാഹു പറയുന്നു, ഖുൽ നബിയെ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ, അതിനുശേഷം എല്ലാ രഹസ്യവും പരസ്യവും ഏറ്റവും നന്നായി അറിയുന്നവനായ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, അന്ന് നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏറ്റവും നന്നായി പറഞ്ഞു തരികയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ്.
സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നു, നമ്മുടെ ആയുസ് അത് കൃത്യസമയത്ത് വന്നെത്തും. അതിൽ നിന്ന് ഓടിയകലാൻ, രക്ഷപ്പെടാൻ എന്തൊക്കെ പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയാലും അതൊരിക്കലും വില പോവുകയില്ല. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ ആവുകയില്ല, കൃത്യസമയമായിരിക്കും. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അഥവാ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നവർ ചുരുക്കമാണ് സഹോദരങ്ങളെ. നമ്മൾ എത്ര പേരുണ്ട് ആ മരണത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന ആളുകൾ? നമ്മൾ എത്ര പേരുണ്ട് ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ? എപ്പോൾ മലക്കുൽ മൗത്ത് വന്നാലും പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കി ഈ ദുർബലമായ ശരീരം, ഈ ആത്മാവ് ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ സഹോദരങ്ങളെ നമ്മൾ നടത്തിയോ? നമ്മൾ എത്ര പേരുണ്ട് ആ വിഭവങ്ങൾ ഒരുക്കി വെച്ചവരായിട്ട്? അതുപോലെ സഹോദരങ്ങളെ, രാപ്പകലുകൾ കഴിഞ്ഞു പോകുമ്പോൾ നാം വീണ്ടും വിചാരം നടത്തിയോ? നമ്മുടെ കൈകളിൽ എന്തുണ്ട്? ഈ സെക്കൻഡ്, ഇന്ന് നമ്മുടെ ആയുസ് പൂർത്തിയാവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ തുലവും തുച്ഛമാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മൾ എത്ര തവണ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നത് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ട കാര്യമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം. എങ്ങനെയാണോ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത് ആ സൂക്ഷ്മത കൃത്യമായി മുറ പോലെ നിങ്ങൾ പാലിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഈ ആയത്ത് സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ ഖുതുബകളിലും നമ്മൾ കേൾക്കുന്നു. ഇതാ ഇന്നും നമ്മൾ കേട്ട് കഴിഞ്ഞു. എല്ലാ പ്രസംഗവേദികളിലും ഈ ആയത്ത് നമ്മൾ കേൾക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന 3 ആയത്തുകളിൽ ഒന്നാണിത്. എന്താണ് അള്ളാഹു പറഞ്ഞത്? മുഅ്മിനീങ്ങളെയാണ് അള്ളാഹു വിളിച്ചത്. മനുഷ്യരെ, ജനങ്ങളെ എന്നല്ല വിളിച്ചത്, മറിച്ച് സത്യവിശ്വാസികളെ, അള്ളാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിച്ചവരെ, അള്ളാഹു അയച്ച റസൂലിൽ വിശ്വസിച്ചവരെ, അള്ളാഹു അവതരിപ്പിച്ച കിതാബിൽ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. എന്നിട്ട് അള്ളാഹു പറയുന്നു, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. എന്താണ് സഹോദരങ്ങളെ അള്ളാഹു ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ പേരുകൾ മുസ്ലിം പേരുകളായിരിക്കണം, അങ്ങനെ അല്ലാതെ നമ്മൾ മരിച്ചു പോകരുത് എന്നാണോ അള്ളാഹു പറഞ്ഞത്? അല്ല, തഫ്സീറുകളിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലായിക്കൊണ്ട്, യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട്, അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിമായിക്കൊണ്ട്, ഇസ്ലാമിൻ്റെ എല്ലാ നിലവാരത്തോടു കൂടിയും മരണപ്പെടണം എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇതാ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ മക്കൾക്ക് വസിയത്ത് കൊടുക്കുന്നു. അതാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും മക്കളെ വിളിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയാക്കൂബ്, ഇബ്രാഹിമും യാക്കൂബും അലൈഹിം അസ്സലാത്തു വസ്സലാം തങ്ങളുടെ മക്കൾക്ക് വസിയത്ത് നൽകുകയുണ്ടായി. യാ ബനിയ, അവർ വിളിച്ചു, അല്ലയോ മക്കളെ, ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ, തീർച്ചയായും ഇതാ അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് ഈ പരിശുദ്ധ ദീൻ ഇസ്ലാം അത് തിരഞ്ഞെടുത്തു നൽകിയിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ആ ദീനിലായിക്കൊണ്ടല്ലാതെ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. സഹോദരങ്ങളെ നോക്കൂ,
അമ്പിയാക്കൾ അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. അഥവാ അന്ത്യം നന്നായി തീരാൻ, ശുഭകരമായ അന്ത്യം, ഹുസ്നുൽ ഖാതിമ, അതായി തീരുവാൻ അമ്പിയാക്കൾ മക്കൾക്ക് വസിയത്ത് കൊടുക്കുകയാണ്. അതാ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ നബി, അള്ളാഹു ഇഖ്ലാസ് നൽകി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, തവഫനി മുസ്ലിമൻ, അള്ളാഹുവേ മുസ്ലിമായിക്കൊണ്ട് നീ എന്നെ മരിപ്പിക്കണേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സച്ചരിതരുടെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിൻ്റെ ഒരു നബിയുടെ പ്രാർത്ഥനയാണിത്. അതാ സൂറത്തു ആലി ഇമ്രാനിൽ മുഅ്മിനീങ്ങളുടെ, സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായിക്കൊണ്ട് അള്ളാഹു പറയുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ, വകഫിർ അന്നാ സയ്യിആതിനാ, അള്ളാഹുവേ ഞങ്ങളുടെ വീഴ്ചകൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ, വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരോടൊപ്പം നീ ഞങ്ങളെ മരിപ്പിക്കണേ, ഒരുമിച്ച് ചേർക്കണേ. സഹോദരങ്ങളെ നോക്കൂ, എത്ര പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അഥവാ അന്ത്യം നന്നായി തീരാൻ അള്ളാഹുവിൻ്റെ നബിമാർ, സാലിഹീങ്ങൾ, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. അവർ ആ കാര്യത്തിൽ പരിശ്രമിച്ചിരുന്നു. സഹോദരങ്ങളെ, അവസാന നിമിഷം അത് മോശമായി പോവാതിരിക്കാൻ, അതേറ്റവും നന്നായി തീരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിലാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അന്ത്യം നന്നായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഏക പോംവഴി. അതാ അല്ലാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ശേഷം ഇസ്തിഖാമത്ത് കൈക്കൊള്ളുകയും ചെയ്തവരാരോ, അഥവാ ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചു, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചു, ശിർക്കിൻ്റെ എല്ലാവിധ ലാഞ്ചനകളിൽ നിന്നും അകന്നു നിന്നു, തൗഹീദ് പരിപൂർണമായി ഉൾക്കൊണ്ടു, ശേഷം അള്ളാഹുവിൻ്റെ ദീനിലെ നിയമങ്ങൾ പാലിച്ചു, അതിൽ സ്ഥിരത കൈക്കൊണ്ടു, അങ്ങനെയുള്ളവരാരോ അള്ളാഹു പറയുന്നു, തതനസ്സലു അലൈഹിമുൽ മലായിക, അവർക്ക് മരണമാസന്നമാകുമ്പോൾ അവരിലേക്കതാ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുന്നു. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, മറിച്ച് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, മരണമാസന്നമാകുമ്പോൾ മരണവെപ്രാളത്തിൽ ഭയപ്പാടുണ്ടാകും, അതുപോലെ തന്നെ ദുഃഖമുണ്ടാകും, സങ്കടമുണ്ടാകും, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആവലാതി പേടിയുണ്ടാകും, കഴിഞ്ഞു പോകുന്ന വിട്ടേച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിഷമവും സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാകും. അല്ലാഹു അതാ മലക്കുകൾ അയച്ചുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു, അല്ലാ തഖാഫു, ഒരു ഭയപ്പാടും വേണ്ടതില്ല, ഇനി അങ്ങോട്ട് പേടിയില്ല, ഇനി അങ്ങോട്ട് ദുഃഖമില്ല, മറിച്ച് ഇനി സന്തോഷം മാത്രം. കാരണം അള്ളാഹുവിൽ വിശ്വസിച്ച ഇസ്തിഖാമത്ത് കൈക്കൊണ്ട ഒരാൾക്കിതാ സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചു കൊള്ളുക. എന്നിട്ട് അവർ പറയുന്നു, മലക്കുകൾ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ മിത്രമായിരിക്കും. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മനസ്സിന് എന്താണോ ആഗ്രഹം തോന്നുന്നത്, എന്തൊക്കെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, അതെല്ലാം നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ, അഥവാ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനായ, അങ്ങേയറ്റം കാരുണ്യവാനായ
അള്ളാഹു ഒരുക്കുന്ന വിരുന്നാകുന്നു അത്. നല്ല മരണം അള്ളാഹു തൗഫീഖ് ചെയ്ത ഒരാൾക്ക് ലഭിക്കുന്ന അവസാനത്തെ ദുനിയാവിലെ വാക്കുകളാണിവ. ഇനി അങ്ങോട്ട് ഭയപ്പാടില്ല, ഇനി അങ്ങോട്ട് ദുഃഖമില്ല, മറിച്ച് സന്തോഷം മാത്രം. ഗഫൂറും റഹീമുമായ റബ്ബദ അവന്റെ സ്വർഗത്തിൽ, ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുള്ള സ്വർഗത്തിൽ വിരുന്നൊരുക്കി വെച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ശുഭകരമായ അന്ത്യം അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം ആ ശുഭകരമായ അന്ത്യം ലഭിച്ചാൽ മാത്രമേ, മുസ്ലിമായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് മരിച്ചാൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ, അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കുകയുള്ളൂ. അതിന് സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ ശരിയാക്കണം, നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കണം. അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിച്ചു, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരു ഇലാഹ് മനസ്സിലില്ല, അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് ആരാധനകളില്ല, അല്ലാഹുവിന് മാത്രം ആരാധനകൾ. അതുപോലെ ഇസ്തിഖാമ, അതാണ് സഹോദരങ്ങളെ പിന്നെ ശ്രദ്ധിക്കേണ്ടത്. ഈ ദീനിലെ നിയമനിർദ്ദേശങ്ങൾ പരിപൂർണമായി പാലിക്കാൻ ശ്രമിക്കണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ, ഇസ്ലാമിലേക്ക് പരിപൂർണമായി നിങ്ങൾ പ്രവേശിക്കുക. നമുക്ക് തോന്നിയതെടുക്കുക, ബാക്കിയുള്ളത് ഉപേക്ഷിക്കുക എന്നതല്ല, നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ പടച്ചത് ഇതാ ഈ ശുഭകരമായ അന്ത്യം കൈവരിച്ച് പരലോകത്തേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. യഹലോകമെന്നത് നശ്വരമാണ് പ്രിയമുള്ളവരെ. ഒരു നാഴിക അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാതെ നമ്മുടെ ആയുസ് വന്നെത്തുമെങ്കിൽ ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ പരലോകത്തേക്ക് ഉള്ള വിഭവങ്ങൾ ഒരുക്കേണ്ടവനാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ നാം പരിശ്രമിക്കുക എന്നതാണ് പ്രിയമുള്ളവരെ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് അല്ലാഹു പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഇസ്തിഖാമ, ഈ ദീനിൽ അടിയുറച്ചു നിൽക്കുക, ഈ ദീനിലെ നിയമനിർദ്ദേശങ്ങൾ മുറുകെ പിടിക്കുക. എങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ സന്തോഷ വാർത്തകളോടുകൂടി യഹലോകം വിട്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകുന്നതാണ്. അല്ലാഹു അത്തരം ആളുകളെയാണ് ഉറപ്പിച്ചു നിർത്തുക. അല്ലാഹു പറഞ്ഞില്ലേ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈമാനുള്ള ആളുകളെ, മുഅ്മിനീങ്ങളെ സുസ്ഥിരമായ വാക്കുകൾ കൊണ്ട് അല്ലാഹു ഇഹലോകത്തും പരലോകത്തും ഉറപ്പിച്ചു നിർത്തും. സഹോദരങ്ങളെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദ അത് ഉച്ചരിച്ചുകൊണ്ട് ഈ സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട് മരിക്കാൻ സാധിക്കുക എന്നത് അല്ലാഹു ഉറപ്പിച്ചു നിർത്തിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്ഥിരത നൽകണം. അതിനുശേഷം ഖബറിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അല്ലാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തണം. അതുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ച്, അല്ലാഹുവാണ് റബ്ബെന്ന് പ്രഖ്യാപിച്ച് ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കാൻ സഹോദരങ്ങളെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ ഹുസ്നുൽ ഖാതിമ, നല്ല ശുഭകരമായ പര്യവസാനം നമ്മെ കാത്തു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടേതാണോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത്, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മരണസമയത്ത് സഹോദരങ്ങളെ ഫിത്നകൾ ഉണ്ടാകും. ഈ ദുനിയാവിൽ ഇഹലോകത്തെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ, ഫിത്നകൾ ബാധിക്കുന്നത് പോലെ തന്നെ മരണസമയത്തും ഫിത്നകൾ ഉണ്ടാകും. നമ്മെ തെറ്റിക്കാൻ പിശാച് എല്ലാവിധ ഒരുക്കങ്ങളുമായി സർവസന്നാഹവുമായി വരുന്ന സമയമാണത്. അതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് എല്ലാ നിസ്കാരത്തിൻ്റെ അവസാനത്തിലും കാവലിനെ ചോദിച്ചത് 4 കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള പ്രാർത്ഥനയാണ്. ദൈന്നും ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്,
ജീവിതത്തിലും മരണഘട്ടത്തിലും ഉണ്ടാകുന്ന ഫിത്നയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. സഹോദരങ്ങളെ നോക്കൂ, എല്ലാ നിസ്കാരത്തിലും നമ്മൾ ഈ പ്രാർത്ഥന അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളും എത്ര ഗൗരവമാണ്. ഖബർ ശിക്ഷ വളരെ ഗൗരവമാണ്, നരകശിക്ഷ വളരെ ഗൗരവമാണ്, അതിഭീകരമാണ്. അതുപോലെ ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന ഫിത്നകൾ, കുഴപ്പങ്ങൾ, ഏറ്റവും വലിയ ഫിത്നയായ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന നോക്കൂ, എത്ര മഹത്തരമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം വന്നെത്തുമെന്നതിൽ എല്ലാ വിഷയത്തിലും ഒന്നിലധികം അഭിപ്രായമുണ്ടെങ്കിലും ഈ വിഷയത്തിൽ മാത്രം 2 അഭിപ്രായമില്ല. അതുകൊണ്ട് ആ മരണത്തിന്, ആ യാത്രക്ക് നാം ഒരുങ്ങി നിൽക്കേണ്ടതുണ്ട്. ആ യാത്ര ശുഭകരമായിരിക്കണം. ദുനിയാവിലെ യാത്രകൾ ഏറ്റവും നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും ഒരുക്കി വെക്കുന്ന നമ്മൾ പരലോകത്തേക്കുള്ള ഒരിക്കലും മടങ്ങി വരാത്ത യാത്രക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ഒരുക്കിയത് പ്രിയമുള്ളവരെ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഹുസ്നുൽ ഖാതിമ, ശുഭകരമായ അന്ത്യം എനിക്കും നിങ്ങൾക്കും നൽകുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ച ആയുസ് പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അത് പൂർത്തീകരിക്കാൻ ഇസ്തിഖാമത്തോടുകൂടി അല്ലാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിന്ന് അങ്ങനെ ജീവിതം നയിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാരണം. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, അമ്പിയാക്കൾ മുതൽ ഇങ്ങോട്ട് ഭയപ്പെട്ടിരുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണിത്. നല്ല ശുഭകരമായ അന്ത്യം. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടതായി കാണാം. ഒരിക്കൽ അദ്ദേഹം രാത്രി മുതൽ നേരം പുലരുന്നതുവരെ കരയുകയുണ്ടായി. അങ്ങനെ നേരം പുലർന്നപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, കുല്ലു ഹാദാ ഖൗഫൻ മിനദ്ദുനൂബ്, നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കരഞ്ഞതാണോ? ഫഅഖദ തിബ്നതൻ മിനൽ അർദ്, സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം നിലത്ത് നിന്നൊരു പുൽക്കൊടി എടുത്തു. വഖാല, എന്നിട്ട് പറഞ്ഞു, അദ്ദുനൂബു അഹ്വനു മിൻ ഹാദാ, എൻ്റെ പാപങ്ങൾ എന്നത് ഈ പുൽക്കൊടിയേക്കാൾ എനിക്ക് നിസാരമാണ്. വ ഇന്നമാ അബ്കി മിൻ ഖൗഫി സൂഇൽ ഖാതിമ, മറിച്ച് ഞാൻ കരഞ്ഞത് എൻ്റെ അന്ത്യം മോശമായി പോകുമോ എന്ന പേടി കൊണ്ട് മാത്രമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വഹാദ മിൻ അഅ്ളമിൽ ഫിഖ്, ഈ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ മഹത്തായ അവഗാഹത്തിൽപ്പെട്ടതാണ്. അയ്യഖാഫ അർറജുലു അൻ തഖ്ദുലഹു ദുനൂബുഹു ഇൻദൽ മൗത്ത് ഫതഹൂലു ബൈനഹു വബൈനൽ ഖാതിമത്തിൽ ഹുസ്ന, ഒരു മനുഷ്യൻ അയാൾ ഭയപ്പെടണം, അയാളുടെ മരണസമയത്ത് അയാളുടെ പാപങ്ങൾ അയാളെ വഞ്ചിച്ചു കളയുമോ എന്നതിനെ തൊട്ട്. അങ്ങനെ അയാൾക്കും അയാളുടെ നല്ല മരണത്തിനും പാപങ്ങൾ തടസ്സമായി തീരുമോ, മറയിടപ്പെടുമോ എന്നത് ഒരു മനുഷ്യൻ ഭയപ്പെടേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സൂഉൽ ഖാതിമ ഭയപ്പെട്ടിരുന്നു, മോശമായ അന്ത്യം ഭയപ്പെട്ടിരുന്നു. നല്ല ശുഭകരമായ അന്ത്യത്തിന്
അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ഈ ദീനിൽ മരണം വരെ ഉറച്ചു നിൽക്കുക എന്നതാണെങ്കിൽ അതിന് തടയിടുന്ന, അതിന് മറയിടുന്ന കാര്യമാണ് നമ്മുടെ പാപങ്ങൾ. ചെറുതാവട്ടെ വലുതാവട്ടെ, വാക്കുകളാവട്ടെ പ്രവൃത്തികളാവട്ടെ നോട്ടമാവട്ടെ എന്തുമാവട്ടെ, നമ്മുടെ പാപങ്ങൾ ഒരിക്കലും നമുക്ക് നല്ല അന്ത്യം നൽകുകയില്ല. മറിച്ച് അവസാനം മരണമാസന്നമാകുമ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മെ പിടികൂടുന്നതാണ്. നമ്മുടെ പാപങ്ങൾ നമ്മെ വഞ്ചിച്ചു കളയും. പിശാച് സർവസന്നാഹവുമായി വന്നു നിൽക്കുന്ന സമയമാണത്. ഒരു മനുഷ്യനെ കിട്ടുന്ന അവസാന സമയമാണത്. അവസാന സമയത്ത് ഒരു മനുഷ്യനെ തെറ്റിച്ചാൽ, അതോടുകൂടി അവൻ്റെ അന്ത്യം മോശമായാൽ, പിന്നെ അവനെ നരകത്തിലേക്ക്, പിശാചിൻ്റെ കൂട്ടാളികളുടെ കൂട്ടത്തിലേക്ക് ലഭിക്കും. എന്നതുകൊണ്ട് തന്നെ അവൻ സർവസന്നാഹവുമായി, അവൻ്റെ കാലാൾ പടയുമായി, അവൻ്റെ കുതിരപ്പടയുമായി, അവൻ്റെ പടയാളികളുമായി അവൻ വരും. ആ സമയത്ത് അല്ലാഹു അല്ലാതെ പ്രിയമുള്ളവരെ നമ്മെ ഉറപ്പിച്ചു നിർത്താൻ മറ്റാരുമില്ല. അതോടൊപ്പം നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ പാപങ്ങളെയാണ്. ഇസ്തിഖാമത്തില്ലാതെയാണ് ജീവിതമെങ്കിൽ പിന്നെ തിന്മകളാണ് ജീവിതത്തിൽ ഉണ്ടാവുക, പാപങ്ങളാണ് ഉണ്ടാവുക. ആ പാപങ്ങൾ നമ്മെ വഞ്ചിച്ചു കളയും. നമ്മെ അതുവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാ ആളുകളും പിന്നോട്ടടിക്കും, എല്ലാ കൂട്ടാളികളും ഒഴിഞ്ഞു നിൽക്കും. നമ്മൾ മാത്രമായിരിക്കും മലക്കുൽ മൗത്തുമായി കണ്ടുമുട്ടുന്ന നേരം. നമ്മൾ മാത്രമാണ് ഈ പറഞ്ഞ മരണവെപ്രാളവും വേദനയും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് സഹോദരങ്ങളെ, ശുഭകരമായ അന്ത്യത്തിന്, ഹുസ്നുൽ ഖാതിമക്ക്, ഇസ്തിഖാമത്ത് അഥവാ നല്ല ജീവിതം, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിലെ നിയമനിർദ്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് പരിപൂർണമായി ജീവിതത്തിൽ പരമാവധി സാധിക്കുന്ന രൂപത്തിൽ പാലിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുക എന്നതാണ് നമ്മുടെ വിജയം. അതല്ല എങ്കിൽ വലിയ വിലയാണ് നമ്മൾ നൽകേണ്ടി വരിക. അഥവാ നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ആയുസ് ഇത് കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പരീക്ഷണം മാത്രമാണ് സഹോദരങ്ങളെ. ഇത് പരീക്ഷണത്തിൻ്റെ കേന്ദ്രം മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ശാശ്വതമായ ജീവിതമില്ലാത്തത്. ഇത് കഴിഞ്ഞാലാണ് യഥാർത്ഥ ജീവിതം, ഒരിക്കലും തീർന്നു പോവാത്ത ജീവിതം. അള്ളാഹു പറഞ്ഞില്ലേ, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകം അതാണ് ഏറ്റവും ഉത്തമം, അതാണ് എന്നെന്നും ബാക്കിയാകുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ തിരിച്ചറിയാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ, പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നല്ല ശുഭകരമായ പര്യവസാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾ ഫിലസ്തീനിലുള്ള, ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളുടെ വേളകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മൾ അൽഹംദുലില്ലാഹ് സുഖത്തിലും സൗകര്യത്തിലുമാണ്. ഇതൊന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന, പട്ടിണി കിടന്ന് മരണപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളുടെ വേളകളിൽ അള്ളാഹു തുറവിയും ആശ്വാസവും നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവരുടെ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ അള്ളാഹു മടക്കുമാറാവട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅദാഅ الدين. اللهم مزق ملك الكافرين. اللهم شتت شملهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين
اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.